നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എംപിമാരും മറ്റ് മന്ത്രിമാരും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ അത് കാണാതായ ആൾക്കാർക്ക്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നു വരികയാണ്. മഴ ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തെ അത്രയും ഇല്ലെങ്കിൽ പോലും മഴ ഇടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു വാർത്ത ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ എംപി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ ആശുപത്രിയിൽ നിന്നും, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖലയ്ക്ക് അപ്പുറത്ത് നിരവധി വീടുകളുണ്ട്. ആ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള റോഡ് മാർഗം, പോകാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പ്രദേശത്തിലൂടെ കടന്നു പോവുക എന്നത് മാത്രമാണ്. അവിടെ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അങ്ങോട്ടേക്ക് കടത്തിവിടാത്ത സാഹചര്യം, പോലീസ് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ ദൂരം കൂട്ടി തന്നെ പോലീസ് അവിടേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വരുന്നത് കൊണ്ട് തന്നെ സുരക്ഷിത മേഖലയാക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോയ 60 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുമായി ആശുപത്രിയിൽ പോയ ദമ്പതിമാർക്ക് തിരിച്ചവരുടെ വീട്ടിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിലാണ് അവിടെ നിന്നത്. നിങ്ങളവിടെ നിൽക്കൂ എന്നാണ് പോലീസ് പറഞ്ഞത്. ഉടൻ തന്നെ ആ പിതാവ് അവിടെ എത്തിയ ഷാഫി പറമ്പിൽ എംപിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്റെ മകളുണ്ട്, 60 ദിവസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായിട്ട് ഭാര്യ അവിടെ നിൽക്കുകയാണ്, ഈ മഴയത്ത് നിൽക്കുകയാണ്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇത് അനാവശ്യമായി ഞങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിൽ, ഞങ്ങളുടെ യാത്ര ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, ഞങ്ങളുടെ വഴി മുടക്കുന്ന തരത്തിലാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് തന്റെ അവസ്ഥ ഷാഫി പറമ്പിലിനോട് പറയുകയും ഷാഫി പറമ്പിൽ ഉടൻ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരെ, അവിടെ നിന്നിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. വണ്ടി നമ്പരും ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്കളെ വിളിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് ഒരു മിസ് കോൾ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞ ആ പിതാവ് ഷാഫിയോട് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള മാർഗങ്ങൾ, അതായത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ ബാധിക്കുന്ന നിരവധി ആളുകളാണ് ഉണ്ടാകുന്നത്. മനുഷ്യനിർമ്മിതമായ ദുരന്തമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുമ്പോൾ തീർച്ചയായിട്ടും ജീവൻ പൊലിഞ്ഞു പോയവരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ആ ജീവൻ, ആ 1 or 2 ആയാലും ശരി, ആ ജീവനെ കാത്ത് ഒരു നിരവധി ആളുകൾ, ഒരുപറ്റം ആളുകൾ വീട്ടിലുണ്ടാകണം. ആ ജീവൻ പോയ ആ വ്യക്തിക്ക് അമ്മയുണ്ടാകണം, അച്ഛനുണ്ടാകണം, ഭാര്യ ഉണ്ടാകണം, സഹോദരൻ ഉണ്ടാകണം, മക്കളുണ്ടാകണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയാണ് ആ മണ്ണിനടിയിൽ എലിഞ്ഞു പോയത് എന്നുള്ളതാണ്. എന്തായാലും ഷാഫി പറമ്പിൽ സ്ഥലത്തെത്തി അതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച ആ വിവരങ്ങളും ഷാഫി പറമ്പിൽ ഈ ഒരു സ്ഥലത്തെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയാം കേട്ടോ. ഞാനിങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയിരാണ്. അല്ല, ഇവർക്ക് വണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? സാറ് ഇതുവരെ എല്ലാം കടത്തിവിട്ട് ഇവര് ഇപ്പോൾ CM വരുന്നുണ്ടാണ്. ഇവർ ബ്ലോക്കാണ്. കാരണം പറ, അവിടെ മണ്ണ് റോഡ് ഓപ്പണാണ് അവിടെ. ഞങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി കുട്ടികളെ കരയാൻ തുടങ്ങിയത് എന്ത് ചെയ്യാൻ നിങ്ങൾ പറയും? ഇതുവരെ ഞാൻ വിളിച്ചപ്പോൾ രാവിലെ മുതൽ ഇതുവരെ ഒരു വണ്ടി വിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അല്ലെങ്കിൽ മൊത്തം ബ്ലോക്ക് ചെയ്യാം. നമ്മൾ ടാക്സി ഡ്രൈവർ, നമുക്ക് എവിടെ പൈസ റൂം എടുത്തിട്ടാണ്. ഹലോ, എവിടെയാ? ഒന്ന് പിന്നെ ഒന്ന് ഫോൺ കൊടുത്തു. ഹലോ, ഷാഫി, ഞാൻ ഇവിടെ ഈ പോളിടെക്നിക്കിന് മുമ്പിലെത്തി. ഇവിടെ കിടക്കുന്ന തേങ്ങാപ്പാടി. അപ്പം ഇവിടെ ഒരു ആളുടെ പേരക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് പിന്നെ വീട്ടിലേക്ക് കൂടെ ചുരക്കാരക്കാരനാണ്. ഞങ്ങളുടെ ഇതൊക്കെ ഉണ്ട്, ഇത് ആധാർ. 60 ദിവസമായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അങ്ങോട്ട് കടത്തി വിടാത്ത കാരണം കുട്ടിനെ കൊണ്ട് ഇന്നലെ പിന്നെ ഇവിടെ ഹോട്ടലെടുത്ത് ഇന്നും ഇപ്പോൾ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്പെഷ്യൽ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം. സ്പെഷ്യൽ ഇവിടെ ഈ പോണ റൂട്ടിലാണ്. അതൊന്നും ഇപ്പോൾ അവരിവിടെ അതല്ല, നിങ്ങളുടെ വീട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പം അതൊന്നും ഇവിടെ ആർക്കാഴ്ച അതിൻ്റെ ഒരു ഡയറക്ഷൻ കൊടുക്കണം. ഇവിടെ വീടുള്ളവർക്ക് പോകാൻ അനുമതി, ബാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലുള്ള. അതപ്പോൾ ആരോടാ അത് പറയാം? അല്ല, അതല്ല, ഇവിടെ അത് തടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പോളിടെക്നിക്കിൻ്റെ മുമ്പിൽ പോലീസ് റോഡ് വെച്ച് തടുത്തിരിക്കുകയാണ്. ആളുടെ പേര്, കുട്ടിയുടെ പാപ്പൻ്റെ പേര് ജലീൽ. ആ വണ്ടി നമ്പർ KL 13 Y 1010. കേട്ടോ. ഹലോ, നിങ്ങളുടെ നമ്പർ 99 47
15-5-9-4-2. കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ